ഹായ് എവരി വൺ. ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഒരു കുട്ടി വ്ളോഗാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ അറിയൊക്കെ അംഗനവാടി ഉച്ചവരെ ഉണ്ട്. എല്ലാവരോടും വൈറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് പോകാൻ ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇതാണ് അറിയേണ്ട ഇന്നത്തെ ഡ്രസ്സ്. പിന്നെ ഇത് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഇത് അതിൻ്റെ ഫ്ലാഗും റിബണും ക്യാപ്പും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് അറിയാൻ എണീപ്പിക്കലും കുളിപ്പിക്കലും മാറ്റിക്കലും എല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ ഇതാ ബലൂൺ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കളിക്കുമ്പോൾ ഇതാ സോഫിൻ്റെ ഇടയ്ക്കിൽ കാലിറങ്ങിയിട്ടുണ്ട്. അതായി കാണിച്ചു തരുന്നത്. പിന്നെ ഇതേ ഓളൊപ്പം ഇന്നലെ വരുമ്പോൾ കൊണ്ടുവന്ന ക്യാപ്പോ റിബണും എല്ലാം ഉമ്മാമക്കെല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഓളും ഇങ്ങനെ ഇത് ഓരോന്ന് എടുത്ത് നോക്കിയെന്ന്. റീത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ. ഇന്നലെ അവളിപ്പോൾ കൊണ്ടുവന്നവരെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ടേന്. അതിനേക്കാൾ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. എനിക്കും ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെ ചമയിച്ചിട്ട് ലേക്കാൻ കുട്ടികളാ. ഇപ്പം ഇത് കുറച്ച് ദിവസമായിട്ട് റീൻ്റെ വായിൽ ജനഗണമനേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചേരേ. അപ്പം ഇത് കേട്ടിട്ട് എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടമായിനാ. പിന്നെ ഇത് അംഗനവാടിയിലേക്ക് പോകാൻ ഇറങ്ങി. അങ്ങനെ ഇത് എല്ലാവരോടും പോട്ടെ എന്ന് വെച്ചിട്ടില്ല ഇറങ്ങി. അപ്പുറത്തെ വീട്ടിലെ ചേച്ചി എല്ലാവരും നോക്കുന്നുണ്ടേനു. ഓൾ അംഗനവാടി പോകുന്ന ടൈം അധികം ആളും പുറത്തും ഉണ്ടാവും. ഇന്ന് വൈറ്റ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടേനു. അങ്ങനെ ഇതാ എൻ്റെ ആ ഫ്രണ്ടും വൈറ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടിയൊക്കെല്ലാം വൈറ്റ് ഇട്ടിട്ട് കാണാൻ വേറെ തന്നെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മൾ അംഗനവാടിയിലെത്തി. അംഗനവാടിയിലത് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇന്നിത് ഉച്ചവരെ ആയതുകൊണ്ട് തന്നെ അറിയേണ്ടപ്പോൾ അംഗനവാടിയിലിരുന്നില്ല. നമ്മൾ ഒരുക്കണമെന്ന് ടീച്ചർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവർ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത്. പിന്നെ ഇത് അടുത്ത പരിപാടി എന്ന് വെച്ചാൽ മുട്ടായി വർക്കലേനു. ആ പറഞ്ഞ പാടെ റിയ വേഗം തന്നെ പോയി നിന്നിന്. റിയ ഞാൻ വീഡിയോ എടുക്കുന്നതിന് നോക്കുന്നുണ്ടായിന്. പിന്നെ പകുതി നോട്ടോളം മുട്ടായി തന്നെ ഉണ്ടായിന്. ഇവർ 3 മത്സരത്തിന് ഉണ്ടായിന്. റീത മുട്ടായി വർക്കൽ മത്സരത്തിനെല്ലാം ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അപ്പോൾ ഒക്കെ തിരിഞ്ഞിട്ടുണ്ടാകും. മുട്ടായി വർക്കൽ എന്ന് പറയുമ്പോൾ ഏകദേശം കുട്ടിയൊക്കെ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. റിയൻ്റെ ആ നോട്ടം പോലെ തന്നെ ഓളെന്നേനും ഫസ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആശാ വർക്കറിൽ കുറച്ച് സ്പീച്ചെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതാ ടീച്ചർ ഇത് അറിയൊക്കെ ചോക്ലേറ്റ് എല്ലാം കൊടുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതറിയാം എല്ലാവർക്കും ചോക്ലേറ്റ് എല്ലാം കൊടുത്ത്. പിന്നെ ഇതാ നമ്മൾ വീട്ടിലേക്ക് വന്ന്. പിന്നെ ഇതറിയും ഉമ്മാമൻ്റെ കൈയും പിടിച്ച് പോകുന്നത് ഹോസ്പിറ്റലിലേക്കേനു. ഉമ്മാക്ക് ഇന്നലെ കൈവേദന ഉണ്ടായിന്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ ഇന്നലെ ബുക്ക് ചെയ്തിട്ട് ഈ ടൈമാണ് കിട്ടിയിട്ടുണ്ടായിന്. അങ്ങനെ ഇത് നമ്മൾ അധികം വിളിക്കുന്ന ഓട്ടോക്കാരനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അറിയാൻ ഭയങ്കര കുഴുത്തക്കേടേനെ. അവിടെ നിന്ന് ഓടിച്ചാടി കളിക്കുന്നുണ്ടായിരുന്നു റോട്ട് മുന്നെല്ലാം. അങ്ങനെ ഇതാ നമ്മൾ ഹോസ്പിറ്റലിലെത്തി. റേക്ക് ഇത് ആദ്യം തന്നെ അവിടുത്തെ കഫേയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നിട്ട് അങ്ങനെ ഓക്കെ ഇഷ്ടമുള്ളതെന്ന് വാങ്ങിക്കൊടുത്ത്. എന്നാലേ അവൾ ഡോക്ടറെ കാണിക്കാൻ വിടും. പിന്നെ അവിടെ നടങ്ങാറായിരിക്കും. ഇൻഡിപെൻഡൻസ് ചെയ്യാണ്ട് ഇത് അധികം കുട്ടികളും വൈറ്റ് ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡോക്ടറെല്ലാം കാണിച്ചിട്ട് ഇതാ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആ ടൈം ഇതാ റേക്ക് വേറെ എന്തെങ്കിലും വേണമെന്നിട്ട് അങ്ങനെ ഇത് ആദ്യം കഫേ തന്നെ വന്ന്. റിസൾട്ട് കിട്ടാൻ 2.5 മണിക്കൂറാവെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അവിടെ നിന്ന് അടുത്തേനു. റേൻ്റെ ആ ഏജിലുള്ള കസിൻ ഉണ്ടായിരുന്നു റേക്ക് ഇവിടെ. അപ്പോൾ ഇത് അവർ കളിക്കാനെല്ലാം തുടങ്ങി. മോൻ നല്ല ഹാപ്പി ആയിരുന്നു നമ്മളെല്ലാം വന്നോണ്ട്. അവരെന്തോ കുപ്പിയിൽ മണ്ണെല്ലാക്കിയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നു. റിയാണെങ്കിൽ വൈറ്റ് ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവളോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇത് റിസൾട്ടെല്ലാം വാങ്ങിയിട്ട് നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇത് പോകുന്ന വഴിക്ക് ബേക്കറി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതറിയ കേക്ക് വാങ്ങണം എന്നിട്ട് അങ്ങനെ അത് വാങ്ങി. ഇന്നിത് ഇൻഡിപെൻഡൻസ് ഡേയുടെ ഫ്ലാഗിൻ്റെ തീമിൽ എല്ലാ കേക്കും ഉണ്ടായിരുന്നു. പിന്നെ ഇത് രാത്രിയപ്പാന്ന് കേക്ക് കട്ടിങ്ങെല്ലാം ചെയ്തത്. റിയ നല്ല ഹാപ്പി ആയിരുന്നു. കേക്കിൻ്റെ ക്രീം അത്ര വലിയ ടേസ്റ്റ് ഉണ്ടായിട്ടില്ല. ഓരോ കളറെല്ലാം ആഡ് ചെയ്യേണ്ടത് അതത്ര ഇഷ്ടമായിട്ടില്ലേനു. പിന്നെ ഇത് ക്രീമെല്ലാം റിമൂവ് ചെയ്തിട്ട് കേക്ക് മാത്രം തിന്നാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വ്ലോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിലേക്കും ബൈ.